പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശബ്ദവൃത്തിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമായിട്ട് പറയാൻ പോകുന്നത്, കാലം തീർന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സ്വർഗീയ പിതാവ് കണ്ടുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം എങ്ങനെയെല്ലാം അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ മനുഷ്യന് വരുമാനമില്ലാത്തത് കൊണ്ട് ദുഃഖത്തിലും പ്രയാസത്തിലും ഓരോ ദിവസം മനുഷ്യരെല്ലാവരും മുന്നോട്ട് പോകുന്ന കാര്യം നമ്മുടെ പിതാവായ ദൈവത്തിന് മനസ്സിലായതുകൊണ്ടും നമ്മളെ രക്ഷിക്കുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്നൊരു നാമം ഈ ഭൂമിയിൽ വന്ന് പറയുവാൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭൂലോകത്തിലൊക്കെയും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ അപ്പോസ്തലന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ഇന്നും ആ സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവത്തിൽ വാസനമായിരിക്കുന്നത് കൊണ്ട്, ലോക സംഭവങ്ങളെല്ലാം പിടിച്ചു പറയുന്നത് കൊണ്ട്, എത്രയും വേഗത്തിൽ ജനങ്ങളെ രക്ഷിക്കുവാൻ സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് സകല രാജ്യങ്ങളിലും സകല സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലകളിലും ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം സന്തോഷം അറിയിക്കുവാൻ ഞങ്ങൾ ഇന്ന് ഈ തിരുവിഴ പടിഞ്ഞാറ് ജംഗ്ഷന് കടന്നു വന്നിരിക്കുകയാണ്. കാരണം ഈ ദേശത്ത് പിതാവായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ മക്കൾ നശിച്ചു പോകാതെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ